വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷം? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു സെഫോറ ഹോളാണ്. ലാസ്റ്റ് വീക്ക് സെഫോറയിൽ ആക്ച്വലി ഒരു ഓഫർ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് സെഫോറയുടെ കാർഡ് ഹോൾഡേഴ്സിന് അതായത് ഏത് പെർട്ടിക്കുലർ കാർഡാണോ അത് വെച്ചിട്ട് നമുക്ക് സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം കാലമായിട്ട് മേക്കപ്പിൽ പൈസ പൊടിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയായിരുന്നു. ഞാൻ ഇതുവരെ അൺപാക്ക് വരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ചയിൽ എന്തെല്ലോ തിരക്കിലായിപ്പോയി. അപ്പം നമുക്ക് ഈ ആഴ്ച ഇതൊക്കെ അൺബോക്സ് ചെയ്യാം. അങ്ങനെ വലിയ കാര്യമായിട്ട് കുറേ സാധനങ്ങളൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാലമായി ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തും കുറേ റിസർച്ച് ചെയ്തൊക്കെ വെച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. രണ്ടെണ്ണം ഞാൻ സെഫോറയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഷാർലറ്റ് ടിൽബറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാണാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീക്ക് സെഫോറയിൽ പോയിട്ട് മേടിച്ച വളരെ കുറച്ച് ഐറ്റംസ് ആണ്. ഞാൻ ഈയിടെയായിട്ട് അധികം മേക്കപ്പിൽ സ്പെൻഡ് ചെയ്യാറില്ല, വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. സോ ലാസ്റ്റ് വീക്ക് സെഫോറയിൽ ഒരു ഡിസ്കൗണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതായത് സെഫോറ കാർഡ് മെമ്പർഷിപ്പ് കാർഡ് ഉള്ളവർക്ക് there was a significant amount of discount that was being offered. അത് ഓരോ കാർഡ് അനുസരിച്ചിട്ടേനു. ഇപ്പോൾ വൈറ്റ് കാർഡ് ഉള്ളവർക്ക് 10%, ബ്ലാക്ക് കാർഡ് ഉള്ളവർക്ക് 15%, പിന്നെ ഗോൾഡ് ആണെങ്കിൽ 20%. എനിക്ക് തോന്നുന്നു ഇത് ഇയർലി ട്വൈസോ അങ്ങനെ എന്തോ സെഫോറയിൽ കൊടുക്കുന്നത് ആയിരുന്നു തോന്നുന്നു. എനിക്ക് അവിടുന്ന് പറഞ്ഞ ഒരു ഓർമ്മ വെച്ചിട്ട്. സോ അധികമൊന്നും പറയുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ സെഫോറേൻ്റെ ഒരു മസ്കാരയാണ്. പൊളിച്ചിട്ടില്ല, എനിക്ക് മറ്റേ എസ്തെറ്റിക്സ് ആണ് അല്ല ആക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ തന്നെ ഇത് ഫസ്റ്റാണ് പൊളിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് എനിക്കിത് പൊളിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിട്ടാ. പൊളിയാത്ത എനിക്ക് സെഫോറയുടെ മസ്കാരാസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇന്ന് വാങ്ങിയ പ്രൊഡക്ട്സ് എല്ലാം ഇട്ടിട്ടൊരു മേക്കപ്പ് വീഡിയോ. നല്ല ഭംഗിയില്ലേ. ഞാൻ സെഫോറ ബ്രാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്ന് അവരുടെ ലിപ്സ്റ്റിക്സും പിന്നെ അവരുടെ മസ്കാരാസുമാണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇത് അവരുടെ സൈസ് അപ്പ് എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന മസ്കാരയാണ്. ഇതെന്നാ ഇമീഡിയറ്റ് സൂപ്പർ സൈസ്ഡ് വോള്യൂം ഇൻ ദ ഷെയ്ഡ് അൾട്രാ ബ്ലാക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ടാർട്ടിൻ്റെ ഒരു കൺസീലറാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം കൺസീലറിൽ വെച്ചിട്ട് ടാർട്ട് ഹാസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് കൺസീലേഴ്സ്. ഞാൻ കുറേ വീഡിയോയിൽ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പണ്ട് എനിക്കൊന്ന് 2 years ഒക്കെ മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ടാർട്ട്. എനിക്കൊന്ന് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ടൈമിലാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിരുന്നു ലൈക്ക് ഇവരുടെ ഇത് നല്ലതാണെന്നല്ലോ. ഞാൻ കൺസീലേഴ്സ് യൂസ് ചെയ്ത് മിൽക്കിൻ്റെ കൺസീലർ നല്ലേനു, പിന്നെ മേബ്ലിൻ്റെതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ആണ് വലിയ നഖം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലതൊന്നും തുറക്കാൻ പറ്റില്ല, കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പം ഇതാണ് അവരെ കൺസീലർ വരുന്നത്. എൻ്റെ ഷെയ്ഡ് വരുന്നത് മീഡിയം ടാൻ സാൻഡാണ്. ഇത് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ പോലെ എന്തിനിങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആക്ച്വലി ഈ ഹോൾ വീഡിയോ എടുത്തിട്ടോ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയല്ലേ ചെയ്തിയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാളാം. അപ്പം അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡിൽ നിന്ന് റീപർച്ചേസ് ആണ്. കാരണം എനിക്ക് ഓൾറെഡി ഇത് പറയുന്നതിന് മുമ്പ് ഇത് റെയർ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഇവരെ ലിക്വിഡ് ബ്ലഷിൻ്റെ ലവ് എന്ന് പറയുന്ന ഷെയ്ഡ് ഉണ്ട്. അപ്പം അത് ഓൾമോസ്റ്റ് ഇങ്ങനെ തീരാനല്ലോ ആയി. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് എൻകറേജ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അവരുടെ ആക്ച്വലി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ജോയ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് അത്ര എൻ്റെ സ്കിന്നിന് അത്ര
സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അതിട്ട് മറ്റേ ക്രീം ബ്ലഷും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ കാണിക്കുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരും ഹോളൊക്കെ എടുക്കുന്നത്. ഇതൊരു ലൈറ്റ് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കല്ലോ വെക്കാൻ കണ്ട, ഒരു ലൈറ്റ് ഒരു പേർപ്പിൾ ഒരു പിങ്കിഷ് ടോണിലാണ്. എനിക്ക് അന്നേരം അത് അവിടുന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ് അധികം എടുത്തില്ല. എൻ്റെ കയ്യിലുള്ള ബ്ലഷൊക്കെ അധികം ഒരു ഓറഞ്ചിഷ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലാണ്. അപ്പോൾ ഒരു പുതിയൊരു ഷെയ്ഡ് കണ്ടപ്പോൾ ട്രൈ ചെയ്യണം തോന്നി. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഇതെല്ലാം ഇട്ടിട്ടൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പം നെക്സ്റ്റത്തത് ഫെൻറ്റി ബ്യൂട്ടീൻ്റെ ഒരു ഗ്ലോസ് ആണ്. ഫെൻറ്റി ബ്യൂട്ടീൻ്റെ ഗ്ലോസ് ബോം ക്രീം. അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഫ്രൂട്ട് സ്നാക്ക് 5. കുറേ കാലമായിട്ട് വിചാരിച്ചൊരു സംഭവമായിരുന്നു ഫെൻറ്റി ബ്യൂട്ടിയുടെ ഒരു ഗ്ലോസ് മേടിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. കണ്ടോ, എനിക്ക് കുറച്ച് കാലമായിട്ട് ഈ മാറ്റിന് പകരം ഈ ലിപ് ഗ്ലോസിനോടൊക്കെ വീണ്ടും ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇത് നല്ല മണമാണ്, ഇങ്ങനെ നല്ലൊരു ഫ്രൂട്ടി സ്മെല്ല്. അത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫീലിംഗ് വരും. അപ്പം അതാണ് എൻ്റെ അടുത്തത്. പിന്നെ ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് ഇത് ഷിസീഡോയുടെ എക്സ്പേർട്ട് സൺ പ്രൊട്ടക്ടർ ലോഷൻ വിത്ത് SPF 50+ UV. എന്തെല്ലോ താല്പര്യം അത് പോയി. അപ്പോൾ ഇത് ഭയങ്കര ഒരു ക്യൂട്ട് ലിറ്റിൽ പാക്കേജ്. 150 ml ആണ് ഇത് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് ഇത് ഭയങ്കര കാണോ, ഭയങ്കര തിൻ ലൈറ്റ് വെയ്റ്റ്, ഭയങ്കര മോയ്സ്ചറൈസിങ് സൺസ്ക്രീനാണ്. ഞാൻ അപ്പോൾ കയ്യിൽ സൺസ്ക്രീൻ ഇട്ടെന്ന് വരെ മനസ്സിലാവുന്നില്ലല്ലോ. നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന്. സോ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെന്താ വെരി ഹൈ പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് ഷിസീഡോയുടെ സൺസ്ക്രീൻസ് ആർ ലൈക്ക് വെരി ഗുഡ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓഫറെല്ലാം കണ്ടപ്പോൾ നമ്മളെടുത്തു. നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടാവുന്നത്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. അതും ഈ പറയുന്ന പോലെ തന്നെ നല്ല സൺസ്ക്രീനാണ്. പക്ഷെ നമുക്കിങ്ങനെ വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൽ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല ഒരു ബ്രാൻഡിനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ച സാധനമാണിത്. പിന്നെ ഈ ബ്രാൻഡ് ആക്ച്വലി എല്ലാവർക്കും അറിയായിരിക്കും. ഇത് കുറച്ചൊരു ടോപ്പ് എൻഡ് ബ്രാൻഡാണ് ഷിസീഡോ. അപ്പോൾ സാധാരണ നമ്മളൊരു സൺസ്ക്രീന് വാങ്ങുമ്പോൾ ഒരു 35-40 ആ ഒരു റേഞ്ചിലായിരിക്കും. പക്ഷേ ഈ ഒരു കുഞ്ഞി സാധനത്തിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 200 dirhams ഉണ്ട്. പക്ഷേ ആസ് ദേ സേ നമ്മൾ കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ നല്ല കാശ് കൊടുത്ത് മേടിച്ച സാധനം ഇത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് അടിപൊളിയാണോ എന്നല്ല. ഒബ്വിയസ്ലി അടിപൊളി ആയിരിക്കും, കാരണം ഇതിൻ്റെ റിവ്യൂസ് ഒന്നും ഇതുവരെ കച്ചറയായിട്ട് ഉണ്ടായിട്ടില്ല. സോ നമുക്ക് നോക്കാം ഇത് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഒന്നും കൂടി ഉണ്ടാവില്ല എൻ്റെ ഒരു. അപ്പം നെക്സ്റ്റ് സോൾ ഡി ജനേറോ എന്ന് പറയുന്ന അവരുടെ ഒരു ബോഡി മിസ്റ്റാണ്. ഇത് കുറച്ച് കാലം ഇൻ്റർനെറ്റിൽ ലൈക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെൻസേഷൻ ഹൈറ്റപ്പ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇവർ ഇത്രക്കാരം ടേപ്പെല്ലാം വെച്ചിട്ട് ഒട്ടിച്ച്? ഞാൻ ഒട്ടും എസ്തെറ്റിക്കലായിട്ടുള്ളത് പൊട്ടിക്കുന്നതെന്ന് എനിക്കറിയാം.
ഇത് പിസ്താഷ്യോ ആൻഡ് സോൾട്ടഡ് കാരമൽ എന്ന് പറയുന്ന ഫ്രേഗ്രൻ്റ് ആണ്. 90 ml ഉള്ളൂ, പക്ഷേ കൊടുക്കത്ത കാശാ. പക്ഷേ വല്ലപ്പോഴും ആണല്ലോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. സോ ഹൂ സെഡ് മണി കാൻ ബൈ ഹാപ്പിനെസ്? ദേ ക്യാൻ ബൈ ഹാപ്പിനെസ്. അപ്പോൾ ഞാൻ സെഫോറയിൽ നിന്ന് ഇത്ര കുറച്ച് സാധനമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ വാങ്ങിയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഞാൻ എന്താ പറയുക സേവ് ചെയ്ത് കുറച്ചധികം കാശ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. മേക്കപ്പിനൊക്കെ വന്ന് ഒടുക്കത്ത കാശ് എന്തിനാന്ന് അറിഞ്ഞൂടെ. പക്ഷെ നമ്മൾ പോയി 2 സാധനം എടുക്കുമ്പോഴത്തേക്കും ഒരു നീണ്ട ബില്ലങ്ങ് കിട്ടും. പിന്നെ അത് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതായിരുന്നു എനിക്കൊരു ഫൗണ്ടേഷൻ വാങ്ങണമെന്ന്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റെയർ ബ്യൂട്ടിയുടെയും പിന്നെ എന്തിൻ്റെയും പിന്നെ ഞാൻ ഒന്നിൻ്റെയും കൂടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നല്ലോ, സ്മാഷ് ബോക്സിൻ്റെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാർലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷന്. അപ്പോൾ അതായിരുന്നു ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് വാങ്ങാൻ ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ് ആളെ കുത്തിനെ പിടിച്ചിട്ടാണ് ഞാൻ മേക്കപ്പൊക്കെ വാങ്ങിയത്. കാരണം ആദ്യത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിങ്ങനെ മെറ്റീരിയലിസ്റ്റിക് തിങ്സിന് ഇങ്ങനെ കാശ് പൊടിക്കുന്ന ഒന്നും ആൾക്ക് വലിയ താല്പര്യമില്ല. ആദ്യത്തെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ട്രാവൽ എക്സ്പീരിയൻസ് അതിനൊക്കെയാണ് നമ്മൾ പൈസ മുടക്കേണ്ടത് എന്നാണ് ആളുടെ ഒരു ഇത്. പക്ഷേ ഈ സാധനമെല്ലാം വെറുതെ അല്ലല്ലോ ആൾക്കാർക്ക് ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അവർക്ക് നാളെ ഒരു ഇത് വേണ്ടേ, അപ്പോൾ നമ്മൾ അവർക്കൊരിത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ അവരുടെ ഷാർലറ്റ്സ് ബ്യൂട്ടിഫുൾ സ്കിൻ ഫൗണ്ടേഷനാണ്. നല്ല സ്ലിം പാക്കേജിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 7 ന്യൂട്രൽ എന്ന് പറയുന്നതാണ്. എനിക്ക് ആക്ച്വലി അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എങ്ങനെയാണ് ലൈക്ക് നമ്മുടെ ഷെയ്ഡ് നോക്കിയിട്ട് എടുക്കുവാന്ന്. അപ്പോൾ അവിടെ തന്നെ അവർക്ക് ഉള്ളിലൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് തന്നിട്ട് അവർ കാണിച്ചു തരും ഏതാ ഷെയ്ഡ് നമുക്ക് നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് അവർ ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ട് വന്നതാണ് ഈ 7 ന്യൂട്രൽ എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക നമ്മുടെ സ്കിൻ ടു സ്കിൻ ഫീലാണ്, ലൈക്ക് ഭയങ്കര നാച്ചുറൽ ഫീലാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. പണ്ടാരൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, 30 ml ഉള്ളൂ. പക്ഷെ സാരമില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിത് മാക്സിമം കുറച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിയൊരു സാധനമാണ് അവരുടെ ഷാർലറ്റ് ടിൽബറിയുടെ എനിക്കൊന്ന് 2 പ്രൊഡക്റ്റാണ് മെയിനായിട്ട് ഭയങ്കര ഹൈപ്ഡ് ആയിട്ട് വന്നത് ഓവർ ദി ഇയേഴ്സ്. അതിനകത്ത് ഒന്നായിരുന്നു മറ്റേ പില്ലോ ടോക്ക് എന്ന് പറയുന്ന അവരുടെ ആ ഒരു റേഞ്ച് ലിപ്സ്റ്റിക്സും പിന്നെ ഐ ഷാഡോസിൻ്റെയും. പിന്നെയാണ് ഈ ഹോളിവുഡ് ഫ്ലോലെസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതും ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണെന്നാണ്. പക്ഷേ ഇത് ആക്ട്സ് മോർ ലൈക്ക് എ ബേസ് ഓഫ് യുവർ മേക്കപ്പ്, അല്ലെങ്കിൽ ഒരു പ്രൈമർ കം അല്ലെങ്കിൽ ഒരു സ്കിൻ ടിൻറ്റ് ആ ഒരു സംഭവമാണ്. പാക്കേജ് ഭയങ്കര സ്ലീക്ക് പാക്കേജാണ്. അപ്പോൾ ഇതും ഞാൻ എടുത്തത് മീഡിയം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ ഇട്ട് നോക്കണം ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ എന്നല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് പർച്ചേസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സെഫോറ പ്ലസ് ഷാർലറ്റ് ടിൽബറി ഹോൾ എന്ന് പറയുന്നത്. ഇതൊരു ഹോളാക്കി മാറ്റാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കല്ല. അത്ര കുറേ പ്രൊഡക്ട്സ് ഒന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക നോക്കി വെച്ച കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങി. അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഗൈസ് വോണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് സെഫോറ. ഇപ്പോൾ ആ ഓഫർ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. പക്ഷേ ഓഫർ ഇല്ലെങ്കിൽ കൂടിയിട്ടും ലൈക്ക് ഇഫ് യു വോണ്ട് ടു സ്പെൻഡ് മണി ഓൺ ഗുഡ് മേക്കപ്പ് യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ഓൾ ഓഫ് ദീസ് പ്രോഡക്ട്സ്. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാം ചെയ്തോളി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടൂഡൽസ്.